എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കഴിഞ്ഞ വേദിയിൽ പറഞ്ഞാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ദിലീപ് ഫാൻസിന്റെ സഹോദരൻ മെമ്പേഴ്സിനോട് മോനെ 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 നമ്മൾ ബഹളം ഉണ്ടാക്കാനല്ല അവിടെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറായി മാറുമ്പോൾ അന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ ക്ലാപ്പ് അടിച്ച് തുടങ്ങിയ ഒരു സിനിമ ചെയ്തതാണ് എൻ്റേത്. ഇന്ന് നമ്മൾ സിനിമയ്ക്ക് 25 ദിവസം 30 ദിവസം എന്ന് പറയുന്ന ഒരായുസാണ് ഒരു സിനിമയ്ക്ക് വെക്കുന്നത്. 91 മുതൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വിഷ്ണു എന്ന് പറഞ്ഞ സിനിമയിൽ വരുമ്പോൾ അവിടെ നിന്ന് തുടങ്ങി എൻ്റെ സീനിയേഴ്സിൻ്റെ അഭിനയം കണ്ടാണ് ഞാൻ അഭിനയം പഠിച്ചത്. അന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ ക്ലാപ്പ് അടിച്ച് തുടങ്ങിയ ഒരു സിനിമ ചെയ്തതാണ് എൻ്റേത്. അതിനുശേഷം അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള അത് ഹീറോസിൻ്റെ ലിസ്റ്റ് എടുത്താൽ അന്ന് ലാലേട്ടനാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും മുകേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, ശ്രീനിയേട്ടൻ, സായി ചേട്ടൻ, സിദ്ദിഖ തുടങ്ങിയൊരു നീണ്ട ഹീറോ ഉള്ള ലിസ്റ്റ് ഉണ്ട് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചിരിപ്പടങ്ങളും അവർ പലതരത്തിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ വിട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. വേണുവേട്ടൻ, ഉണ്ണിയേട്ടൻ, ഇന്നസെൻ്റേട്ടൻ, മാളച്ചേട്ടൻ, ബഹദൂർക്ക തുടങ്ങിയ ഒരുപാട് ഒരു അനീഫിക്ക. ശരിക്കും എന്താ പറയുക, നമ്മളെ ഉണ്ടെങ്കിലും ഇല്ലെന്ന മട്ടിലിരിക്കുന്ന നമ്മുടെ ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ അമ്പിളിച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ കളിച്ച് എൻ്റെ ഒപ്പവും പിന്നെ വന്ന ആൾക്കാരാണ് മണിയും സലീമും അശോകൻ ചേട്ടൻ തുടങ്ങിയ ഒരുപാട് നിങ്ങളെയൊക്കെ ചിരിപ്പിച്ചിട്ടുള്ള ആളുകൾ. അവരുടെയൊക്കെ കൂടെ കളിച്ച് ചിരിയും കരച്ചിലും ഒക്കെ അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേദിയിൽ ഇത്രയധികം സിനിമ ചെയ്യാൻ എനിക്കുണ്ട് ഒറ്റയ്ക്കാവില്ല. ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട്. ഞാൻ മലയാള സിനിമയിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറായി മാറുമ്പോൾ ഈ ആക്ടേഴ്സ് എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളൊരു വലിയൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും, അത് ഞാൻ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല, മധുസാറിൻ്റെ കൂടെ തുടങ്ങി മലയാള സിനിമയിലെ പ്രഗത്ഭരായ ഒട്ടുമിക്ക നടന്മാരുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. പക്ഷെ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്തുള്ള തെറ്റുകളോ അല്ല അതെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ച എൻ്റെ ഗുരുസ്ഥാനത്തുള്ളവരാണ് എൻ്റെ സഹപ്രവർത്തകർ. എൻ്റെ വളർച്ചയിൽ ഞാൻ അവരോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ 150 സിനിമ എന്നുള്ളത് ദൈവാനുഗ്രഹം. അതുവരെ എത്തിച്ച എൻ്റെ നിർമ്മാതാക്കൾ, എൻ്റെ സംവിധായകർ, എൻ്റെ എഴുത്തുകാർ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരെയും ഞാൻ ഈ നിമിഷം ആത്മാർത്ഥതയോടെ നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉറക്കൊളച്ചത്. എൻ്റെ കൂടെ എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ റൈറ്റേഴ്സ് എല്ലാവരും, എൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും, അപ്പം അവരോടൊക്കെ ചേർന്ന് നിന്നിട്ടുള്ളതാണ് എൻ്റെ വിജയം. ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ 60ാം ദിവസം ആഘോഷിക്കുന്നു. നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് 120-150 ദിവസവും ആണ് നമ്മളെ കണക്കിലെടുക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ സിനിമയ്ക്ക് 25 ദിവസം 30 ദിവസം എന്ന് പറയുന്ന ഒരായുസാണ് ഒരു സിനിമയ്ക്ക് വെക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ചിലപ്പോൾ നമുക്കത് OTT കാണാം, ചിലപ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് വരും. അപ്പം അങ്ങനെയുള്ളൊരു സിനിമയ്ക്ക് അനുകൂലമായ സാഹചര്യമാണോ പ്രതികൂലമായ സാഹചര്യമാണോ നിൽക്കുന്നതെന്ന് എനിക്ക് അങ്ങനെ ഒരു ഈ അവസരത്തിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല. പക്ഷെ എന്നാലും ഇന്നത്തെ ഒരവസ്ഥയിൽ ഒരു സിനിമ വലിയ വിജയമാവുന്നത് വലിയ കാര്യമാണ്. അതിൽ
ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു, പ്രത്യേകിച്ച് ലിസ്റ്റിനോട്. കാരണം മാജിക് ഫ്രെയിംസിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിനിമയാണത്. ലിസ്റ്റിൻ എടുത്തൊരു വലിയൊരു റിസ്ക് ഉണ്ട്. ആ സമയത്ത് എന്നോട് ഞാൻ കഴിഞ്ഞ ഒരു ഫംഗ്ഷനിൽ പറയണ്ടായി, ദിലീപ് ഏട്ടൻ്റെ സിനിമകളുണ്ട്, ഞാൻ ഒരുപാട് ചിരിച്ച് എൻ്റെ ബാല്യം അല്ലെങ്കിൽ എൻ്റെ വളർച്ച ചെറുപ്പമായിരുന്ന സമയത്ത്, എന്ന് വെച്ചാൽ അദ്ദേഹം വാർദ്ധക്യത്തിലെത്തിയെന്നല്ല ഞാൻ പറയുന്നത്, ആ എൻ്റെ ചെറുപ്പക്കാലം മുഴുവൻ ഗംഭീരമാക്കി തന്നത് അതിലെടുത്ത് പറയേണ്ട ഒരാളാണ് ദിലീപ് ഏട്ടൻ. ദിലീപ് ഏട്ടനെ വെച്ച് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ അടിക്കണം എന്ന് വെച്ചാൽ അത് വിജയിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയണത് ആത്മവിശ്വാസം, ഇത് ഗംഭീരമാവും. അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രയത്നിച്ച ഞാൻ അവരെ സഹോദരങ്ങളെന്നേ പറയുള്ളൂ. കാരണം ജീവിതത്തിൽ ഒരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് അവർ. എനിക്ക് വേണ്ടി എന്താ പറയുക, ഷാരീസിനാണെങ്കിലും ബിൻറ്റോയാണെങ്കിലും അവർ ആത്മാർത്ഥമായിട്ട് അവരുടെ ഒരു അർപ്പണബോധം ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളെയും അവർ അളന്ന് കുറിച്ചാണ് അവരത് ഈ സ്ക്രീനിൽ വരുത്തിയിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും അവർ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു. ഇതിലെല്ലാ കലാകാരന്മാരും കലാകാരികളും എല്ലാം ആ സംവിധായകനനുസരിച്ച് ഈ സിനിമ ഗംഭീരമാക്കി. അതിലെടുത്ത് പറയേണ്ട ഒരു താരം, ഞാൻ ഇതിലെ കഥ കേട്ടപ്പോൾ പറഞ്ഞത്, ഈ പടത്തിൻ്റെ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റാണിയെ ചെയ്ത ആ ക്യാരക്ടറാണ്. ആ കഥാപാത്രം മോശമായാൽ ഈ സിനിമ ഭയങ്കര കുഴപ്പമാണ്. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള, കാരണം റാണിയയുടെ ആദ്യത്തെ സിനിമയാണ്, ഒരു മലയാള സിനിമയ്ക്ക് വലിയൊരു കലാകാരിയെ കൂടി കണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഇന്ന് 60 ദിവസം പിന്നിട്ട് നമ്മളിവിടെ ഒരു ശരിക്കും പറഞ്ഞത് ഈ സദസ്സിൽ നിൽക്കേണ്ട ഒരു എന്താ പറയുക, നമ്മൾ വളരെ കുറച്ച് ആളുകളെ ക്ഷണിച്ചിട്ടുള്ളൂ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രവും, പിന്നെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ പെട്ടെന്ന് വിളിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മാത്രമല്ല അതുപോലെ നമ്മുടെ അസോസിയേഷൻസ്, എല്ലാ അസോസിയേഷനിലെയും എല്ലാ വേണ്ടപ്പെട്ട ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഒരു ചെറിയ സദസ്സാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാം വലിയ ആൾക്കാരാണ്. അപ്പോൾ ഈ വേദിയിൽ ഇങ്ങനെ നിന്ന് നിങ്ങളോടെല്ലാം നന്ദി പറയാൻ എനിക്ക് അവസരം തന്ന ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ 30 വർഷക്കാലം എന്നെ ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ എനിക്ക് തീരാത്ത നന്ദിയാണ്. കാരണം അവരുടെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരൻ എന്നിവിടെ നിൽക്കുന്നത്. അതിന് ഞാൻ നന്ദി പറയുന്നു. മലയാള സിനിമയിലെ എല്ലാവരെയും ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഈ അവസരത്തിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദിയും അതുപോലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മയും നേരുന്നു. എന്നെ സിനിമ കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് കുറേ പേര് ഇവിടെ ഉണ്ട്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക കമ്പനിയുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ 150ാമത്തെ സിനിമ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വിളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഈ വേദിയിൽ ഒതുങ്ങുന്നതല്ല. അത്രയും പെരുത്ത് എൻ്റെ സഹപ്രവർത്തകർ, എന്നെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ആഘോഷം വീണ്ടും തുടരും. താങ്ക് യു. ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ വാളയാർ പരമശിവന്റെ കുറേ റീലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ട്രെൻഡിങ് ആണ്. അപ്പോൾ അതിലെ അടി സഖേ എന്നുള്ള ഒരു ചെറിയ ഭാഗം ദിലീപേട്ടന് ഇപ്പൊ പറയാൻ പറ്റുവാണെങ്കിൽ. ഞാൻ പറയാൻ വിട്ടുപോയൊരു വിഭാഗമുണ്ട്. എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കഴിഞ്ഞ വേദിയിൽ പറഞ്ഞാണ്, എൻ്റെ കൂടെ നിന്നിട്ടുള്ള ദിലീപ് ഫാൻസിന്റെ സഹോദരൻ. അതാണ് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആരെയോ വിട്ടുപോയി എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ക്ഷമിക്കുക, കാരണം അവരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയേറെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, എനിക്ക് എന്ത് പ്രശ്നം വന്നപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ള, എന്നോട് സ്നേഹത്തോടുകൂടെ നിന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഓൾ കേരള ദിലീപ് ഫാൻസ് അസോസിയേഷൻ്റെ മെമ്പേഴ്സിനോട്, മോനെ നമ്മൾ ബഹളം ഉണ്ടാക്കാനല്ല ഇവിടെ വന്നത്. മോനെ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ആ ഫ്ലോ കളഞ്ഞി.
അപ്പോൾ സംഭവം നടക്കട്ടെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം.